കേരളത്തിൽ വോട്ടെണ്ണാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ നമ്മുടെ കോൺഗ്രസ് തറവാട്ടിൽ ഇപ്പോൾ തന്നെ ബിരിയാണി ചെമ്പ് തുറന്നു കഴിഞ്ഞു. പെട്ടി തുറക്കുന്നതിന് മുമ്പ് തന്നെ കുപ്പായം തയ്പ്പിച്ചു വെക്കുന്ന ആ പഴയ കോൺഗ്രസ് പാരമ്പര്യമുണ്ടല്ലോ, അത് ഇത്തവണയും തെറ്റിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ ഒരാശ്വാസം. മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ കുറിച്ച് നിലവിൽ വലിയ ചർച്ചകളാണല്ലോ നടക്കുന്നത്. AP അനിൽകുമാർ പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ ആർക്കും ഈ കസേരയിൽ ഒരു നോട്ടവും ഇല്ലെന്ന്. ഹൈക്കമാൻഡ് വരും, ആകാശത്ത് നിന്ന് ഒരു പേര് താഴേക്കിടും, അത് എല്ലാവരും കൂടി അങ്ങ് ഏറ്റെടുക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ശങ്കറിന്റെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലം വരെ പരീക്ഷിച്ച അതേ ഫോർമുല ഇത്തവണയും ഇറക്കുമെന്നാണ് അനിൽകുമാർ പറയുന്നത്. അതായത് MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, പകുതി പേർ ഒരാളുടെ പേര് പറയും, ബാക്കി പകുതി പേർ മറ്റൊരാളുടെ പേര് പറയും. ഒടുവിൽ ഹൈക്കമാൻഡ് വന്ന് ഡൽഹിയിൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വിമാനം കയറും. നമുക്ക് ആദ്യം നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ കുറച്ചു കാലമായി ഞാനാണ് താരം എന്ന ലുക്കിലാണ് പുള്ളിയുടെ നടപ്പ്. പിണറായി വിജയനെതിരെ നിയമസഭയിൽ ആണടിക്കുമ്പോൾ VD സതീശൻ മനസ്സിൽ കാണുന്നത് ആ മുഖ്യമന്ത്രി കസേരയാണ്. പക്ഷെ പാവം സതീശൻ അറിയുന്നില്ല, പിന്നിൽ നിന്ന് രമേശ് ചെന്നിത്തല ഐശ്വര്യ കേരള യാത്രയുടെ സമയത്ത് തയ്പ്പിച്ചു വെച്ച ആ പഴയ കോൺഗ്രസ് കുപ്പായം ഇസ്തിരിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ചെന്നിത്തലയുടെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷെ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൂടി പോയി കിട്ടി. എന്നിട്ടും പുള്ളി വിട്ടുകൊടുക്കുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് ചെന്നിത്തല പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നെ ഒന്ന് പരിഗണിക്കണേ എന്നാണ്. ചെന്നിത്തലയെ കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് പുള്ളി തയ്പ്പിച്ചു വെച്ച ആ മുഖ്യമന്ത്രി കുപ്പായമാണ്. ഐശ്വര്യ കേരള യാത്ര നയിച്ചപ്പോൾ എല്ലാവരും കരുതിയത് ഇത്തവണ പുള്ളി ഉറപ്പായും കസേരയിൽ ഇരിക്കുമെന്നാണ്. പക്ഷേ വിധി തിരിച്ചടിച്ചതോടെ ആ കുപ്പായം ഇന്നും ഇസ്തിരിയിട്ട് അലമാരയിൽ തന്നെ ഇരിക്കുകയാണ്. എങ്കിലും പുള്ളിക്കൊരു പ്രതീക്ഷയുണ്ട്, എന്നായാലും ആ കസേര തനിക്ക് കിട്ടുമെന്ന്. അനിൽകുമാർ പറയുന്നത് ഹൈക്കമാൻഡാണ് പാർട്ടിയെ സജ്ജമാക്കിയതെന്നാണ്. ശരിയാണ്. താഴെത്തട്ടിൽ നിരീക്ഷകരെ വെച്ചു, സർവേ നടത്തി, വോട്ട് ചെയ്ത ജനങ്ങളുടെ വിശ്വാസം തകരുമത്രേ. വോട്ട് ചെയ്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. വോട്ടെണ്ണു മുൻപേ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കോൺഗ്രസ്? ഇതാണല്ലോ ഇതിന്റെ ഒരു ആവേശം. സത്യത്തിൽ ഈ ഹൈക്കമാൻഡ് എന്ന സാധനം ഉണ്ടോ അതോ ഇതൊരു മിത്താണോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ്. ഡൽഹിയിൽ ഇരുന്ന് അവർ റിമോട്ട് കൺട്രോൾ അമർത്തുമ്പോൾ ഇവിടെ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ അത് അനുസരിക്കുമെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ശങ്കർ മുതൽ ഉമ്മൻചാണ്ടി വരെ എന്ന് പറയുമ്പോൾ അതിനിടയിലുള്ള A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിലുള്ള ആ പഴയ സ്നേഹപ്രകടനങ്ങൾ നമ്മൾ മറന്നിട്ടില്ലല്ലോ. ആ രീതി തന്നെയാണ് ഇത്തവണയും തുടരുന്നതെങ്കിൽ ഐശ്വര്യമായ അടി തുടങ്ങാമെന്ന് ചുരുക്കം. പാവം അനിൽകുമാർ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ പുറത്താകാതിരിക്കാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ വാചകവും പറയുന്നത്. ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അനുസരിക്കും. ഈ വാചകം കോൺഗ്രസ് നിഘണ്ടുവിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളയാളെ ഹൈക്കമാൻഡിനെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ് അർത്ഥം. എന്തായാലും ഫലം വരുമ്പോൾ കാണാം ഈ രീതി അനുസരിച്ച് ആരാണ് വില്ലാളി വീരനായി വരിക എന്ന്. ഒന്നില്ലെങ്കിൽ കസേര കിട്ടും, അല്ലെങ്കിൽ കസേരയുടെ കാലൊടിയും. കാത്തിരുന്ന് കാണാം. ഇനി പറയുന്ന ഹൈക്കമാൻഡിന്റെ കാര്യം, AICC നിരീക്ഷകർ വരും, ഓരോ MLA-യും റൂമിലേക്ക് വിളിക്കും, എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരും ഓരോ പേര് പറയും. അവസാനം ഈ നിരീക്ഷകർ ഡൽഹിക്ക് വണ്ടി കയറും. അവിടെ ചെന്ന് രാഹുൽ ഗാന്ധിയോടോ മറ്റോ പറയും. അവിടെ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ്, പക്ഷെ ആർക്കും ആരെയും മുഖ്യമന്ത്രിയായി കാണാൻ ഇഷ്ടമില്ല എന്ന്. ഇതാണ് കോൺഗ്രസിലെ ആ പാരമ്പര്യ രീതി. ഹൈക്കമാൻഡ് ഇടപെടുന്ന രീതി എന്ന് അനിൽകുമാർ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ പറയുന്നത് കേട്ട് എല്ലാവരും കൈകൊട്ടി നിൽക്കുകയാണെന്ന്. കഴിഞ്ഞ കുറെ കൊല്ലമായി നമ്മൾ കാണുന്നതല്ലേ ഈ അനുസരണയുള്ള മക്കളെ. അനിൽകുമാർ പറയുന്നു കഴിഞ്ഞ 2 വർഷമായി പാർട്ടിയെ സജ്ജമാക്കിയത് ഹൈക്കമാൻഡ് ആണെന്ന്. സത്യമാണ്. ഗ്രൂപ്പ് പോർ എങ്ങനെ ശാസ്ത്രീയമായി കൊണ്ടുപോകാമെന്ന് അവർ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ നിരീക്ഷകരുടെ പഠനം വരെ എല്ലാം ഹൈക്കമാൻഡ് വക. പക്ഷേ ഫലം വരുമ്പോൾ BJP-യെ പൊക്കി പറയണോ അതോ കോൺഗ്രസിനെ കുറ്റം പറയണോ എന്ന് പ്രവർത്തകർക്ക് പോലും കൺഫ്യൂഷനാണ്. UDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആര് മുഖ്യമന്ത്രിയാകും എന്നതിലാണ് തർക്കം. സതീശൻ ഫാൻസും ചെന്നിത്തല ഫാൻസും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പാരപ്പണി തുടങ്ങിക്കഴിഞ്ഞു. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു വലിയ എന്റർടൈൻമെന്റ് ആണ്. ഫലം വരുന്നതിന് മുമ്പേ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിക്കുക, ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുക, എന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞങ്ങൾ ഒന്നാണ്, ഹൈക്കമാൻഡാണ് എല്ലാം എന്ന് തള്ളുക. ശങ്കർ മുതൽ ഉമ്മൻചാണ്ടി വരെ എന്ന് പറയുമ്പോൾ ആ പഴയ ലീഡറെയും ആന്റണിയെയും ഒക്കെ അനിൽകുമാർ മറന്നുപോയോ എന്ന്. അന്ന് തുടങ്ങിയ ആ ഗ്രൂപ്പ് കളി ഇന്നും അതേ ആവേശത്തോടെ തുടരുന്നു എന്നത് കാണുമ്പോൾ
ഒരു അഭിമാനം തോന്നുന്നുണ്ട്. മാറ്റമില്ലാത്ത ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് തന്നെ. എന്തായാലും അനിൽകുമാറിന്റെ ഈ നിഷ്കളങ്കമായ വിശ്വാസം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. വോട്ടെണ്ണി കഴിഞ്ഞാൽ പിന്നെ ഹൈക്കമാൻഡിന് വട്ടാകും. സതീശനും ചെന്നിത്തലയും മാത്രമല്ല, വേറെയും വമ്പന്മാർ റെഡി ആയിരിപ്പുണ്ട്. അവസാനം എല്ലാവരും കൂടി ഡൽഹിക്ക് വിളിപ്പിക്കും. അവിടെ ചെന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. എന്നിട്ട് പറയും ഐക്യമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. എന്നിട്ട് ആര് മുഖ്യമന്ത്രിയാവും? അത് മാത്രം അനിൽകുമാറിനും അറിയില്ല, ഹൈക്കമാൻഡിനും അറിയില്ല. വോട്ട് ചെയ്ത ജനങ്ങൾ ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. കസേര കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ അടി ഒന്ന് കാണാൻ പറ്റിയാൽ മതി എന്നായിരിക്കും പലരുടെയും പ്രാർത്ഥന. ഗ്രൂപ്പ് രാഷ്ട്രീയം മാറിയാലും ചെന്നിത്തലയ്ക്ക് ഇന്നും പാർട്ടിയിൽ ഒരു വലിയ സ്വാധീനമുണ്ട്. ഡൽഹിയിൽ പോയാൽ ചെന്നിത്തല ഒരു വേറെ ലെവൽ ആളാണ്. ഹൈക്കമാൻഡിലെ വമ്പന്മാരുമായി പുള്ളിക്ക് നല്ല അടുപ്പമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കളി കൈവിട്ടു പോകുമ്പോഴൊക്കെ പുള്ളി ഡൽഹിയിലേക്ക് പറക്കുന്നത്. അവിടെ ചെന്ന് സമാധാന ചർച്ചകൾ നടത്തി തിരിച്ചു വരും. AP അനിൽകുമാർ ഒക്കെ പറയുന്ന ആ ഹൈക്കമാൻഡ് രീതിയിൽ ചെന്നിത്തലയ്ക്ക് വലിയ വിശ്വാസമാണ്. കാരണം എന്തെങ്കിലും ഒരു ദിവസം ആ വഴിയിലൂടെ തനിക്ക് ഭാഗ്യം തെളിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ചെന്നിത്തലയെ ട്രോളാൻ എളുപ്പമാണ്, പക്ഷെ പുള്ളിയുടെ ക്ഷമ അപാരമാണ്. എത്ര പാരകൾ കിട്ടിയാലും എത്ര വട്ടം മുഖ്യമന്ത്രി കസേര കൈവിട്ടു പോയാലും അടുത്ത തവണ നോക്കാമെന്ന ചിരിയോടെ പുള്ളി വീണ്ടും വരും. ഇപ്പോൾ സതീശനുമായി ചെറിയൊരു ശീതയുദ്ധമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന ഡയലോഗ് അടിച്ചു പുള്ളി സേഫായി നിൽക്കുകയാണ്. വോട്ടെണ്ണൽ കഴിയുമ്പോൾ കുപ്പായം പുറത്തെടുക്കണോ അതോ അടുത്ത 5 വർഷം കൂടി വെയിറ്റ് ചെയ്യണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കണ്ട ആ ആവേശം ഇപ്പോഴും നേതാക്കളിൽ ബാക്കിയുണ്ട് എന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക അഭിമാനം തോന്നുകയാണ്. ഒരു വശത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ താൻ തന്നെയാകും അടുത്ത താരം എന്ന ലുക്കിൽ നടക്കുമ്പോൾ, മറുവശത്ത് രമേശ് ചെന്നിത്തല എന്ന നിത്യഹരിത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്റെ പഴയ കുപ്പായം വീണ്ടും ഇസ്തിരിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. പണിയെടുത്തത് ഒരുത്തൻ, പേര് കിട്ടിയത് വേറൊരുത്തൻ എന്ന അവസ്ഥ. ഹൈക്കമാൻഡ് വന്ന് എല്ലാം ശരിയാകുമെന്നും ചെന്നിത്തലയും ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ മുഖ്യമന്ത്രി ചർച്ചകൾ കേവലം നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് അണികൾ തമ്മിൽ ഇപ്പോൾ തന്നെ സതീശൻ മുഖ്യമന്ത്രി എന്നും ചെന്നിത്തല വരുന്നു എന്നും പറഞ്ഞ് ഫ്ലെക്സ് അടിക്കാനുള്ള തിരക്കിലാണ് പാവം അണികൾ. അവർ വിചാരിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തത് ഇവർക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണെന്നാണ്. എന്നാൽ ഇവിടെ ഗ്രൂപ്പ് മാനേജർമാർ ഡൽഹിയിലെ ഫോൺ നമ്പറുകൾ തപ്പിപ്പിടിച്ച് ആരെ പിടിച്ചാൽ കസേര കിട്ടും എന്ന ഗവേഷണത്തിലാണ്. AP അനിൽകുമാർ പറയുന്ന ആ പാരമ്പര്യം ശരിക്കും ഒരു സർക്കസ് പോലെയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ആവർത്തിക്കുന്ന ഈ സർക്കസിൽ റിംഗ് മാസ്റ്ററായി ഹൈക്കമാൻഡ് വരുമെങ്കിലും മൃഗങ്ങൾ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരവസ്ഥയാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. UDF അധികാരത്തിൽ വരുമെന്ന് ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്ന അനിൽകുമാർ പക്ഷേ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ ഹൈക്കമാൻഡിന്റെ പിന്നിൽ ഒളിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഉപരി ഒരു വലിയ സിനിമാ സെറ്റ് പോലെയായി മാറിയിരിക്കുകയാണ്. അവിടെ എല്ലാവരും നായകന്മാരാണ്. എല്ലാവർക്കും ഒരേ സമയം ക്ലോസപ്പ് ഷോട്ട് വേണം. വോട്ടെണ്ണൽ കഴിയുന്ന നിമിഷം ഈ നാടകം അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കും. അന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ അതിഭീകരമായിരിക്കും. കുപ്പായം തയ്പ്പിച്ചു വെച്ചവർ അത് ധരിക്കാൻ നോക്കുമ്പോൾ മറ്റൊരാൾ അത് വലിച്ചു കീറാൻ വരുന്നത് കാണാൻ മലയാളികൾക്ക് നല്ല രസമായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.